ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഒപ്പം ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഭഗവത്ഗീത നമ്മൾ സമ്പൂർണമായി പരിചയപ്പെടാൻ തീരുമാനിച്ച് ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 124-ാമത്തെ ദിവസമാണിന്ന്. അപ്പം ഗീതയെക്കുറിച്ച് നമ്മൾ ആമുഖമായിട്ട് അതിനെ കാണുന്ന സമയത്ത് തത്വമസി മഹാവാക്യത്തിൻ്റെ വിസ്താരമാണ് ഭഗവത്ഗീത എന്ന് പൂർവന്മാരായിട്ടുള്ള ആചാര്യന്മാരും അവരെല്ലാം അങ്ങനെ ഗീതയെ വ്യാഖ്യാനം ചെയ്തിട്ടുള്ളവരും അങ്ങനെ മനനം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചവരും ഒക്കെയാണ്. അപ്പോൾ തത്വമസി മഹാവാക്യത്തിൽ ആദ്യത്തെ 6 അധ്യായങ്ങൾ 9 നിരൂപണം ചെയ്യുന്നതായിരുന്നു. പിന്നീട് വരുന്ന 6 അധ്യായങ്ങൾ തത്പദത്തെ നിരൂപണം ചെയ്യുന്നതാണ്. പിന്നീടുള്ള 6 അധ്യായങ്ങൾ അസി എന്നുള്ള അതാണ്. അപ്പം അത് നീയാകുന്നു. ചാന്തോക്യ ഉപനിഷത്തിലെ ഉദ്ദാലകൻ എന്ന ഋഷി സ്വപുത്രനായിട്ടുള്ള ശ്വേതകേതുവിന് ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്ന സമയത്ത് 9 പ്രസിദ്ധങ്ങളായിട്ടുള്ള ഉദാഹരണ സഹിതം ആവർത്തിച്ച് ശ്വേതകേതുവിനെ ബോധിപ്പിക്കുന്നതാണ് തത്വമസി. ഐതദാത്മ്യമിദം സർവം തത് സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതോ. ഈ കാണായതെല്ലാം ആത്മാവാണ്, അതാണ് സത്യം, അതുതന്നെയാണ് നീ, അത് നീയാകുന്നു. ഇതാണ് തത്വമസി, അത് നീയാകുന്നു. അപ്പം അത് നീയാകുന്നു എന്ന മഹാവാക്യത്തിലെ പ്രസിദ്ധമായ ഉപദേശവാക്യം ഈ 18 അധ്യായങ്ങളിലെ 3 പകുത്തു കഴിഞ്ഞാൽ 3 6 18 അങ്ങനെ വരുന്ന ആദ്യത്തെ 6 അധ്യായത്തെ 9 നിരൂപണം ചെയ്യുന്നതായിട്ടാണ് ഗീതയിൽ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ 9 നിരൂപണം ആരംഭിക്കുന്നത് ഭഗവാന്റെ ഉപദേശത്തോടു കൂടിയിട്ടാണ്. 1-ാം അധ്യായത്തിൽ അർജുന വിഷാദ യോഗത്തിൽ ഭഗവാൻ പ്രത്യേകിച്ച് ഉപദേശങ്ങളൊന്നും നൽകുന്നില്ല. അർജുനൻ്റെ നിലപാടുകൾ പറയുകയാണ്. 2-ാം അധ്യായം സാംഖ്യയോഗത്തിൽ 11-ാമത്തെ ശ്ലോകം മുതൽ 11-ാമത്തെ ശ്ലോകം മുതലാണ് ഭഗവാന്റെ ഉപദേശം ആരംഭിക്കുന്നത്. ആ ഉപദേശം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാഞ്ച ഭാഷസേ ഗതാസൂൻ അഗതാസൂൻ ച നാനുശോചന്തി പണ്ഡിതാഹ. എന്താണ് അശോച്യാൻ അന്വശോച ത്വം നീ? അവിടെയാണ് 9 നിരൂപണം ആരംഭിക്കുന്നത്. അന്വയിപ്പിക്കുന്ന സമയത്ത് ത്വം നീ അശോച്യാൻ അന്വശോച, ദുഃഖിക്കാൻ അവകാശമില്ലാത്തതിൽ ദുഃഖിക്കുന്നു. എന്നിട്ടോ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു, അറിവുള്ളവരെ പോലെ സംസാരിക്കുന്നു. അർജുന, അറിവുള്ളവർ ഇപ്പോൾ ഉള്ളവരെക്കുറിച്ചോ ഇനി നാളെ പോകാനുള്ളവരെക്കുറിച്ചോ ദുഃഖിക്കുന്നവരല്ല. ദുഃഖവും അറിവും ഒരുമിച്ചൊരിടത്തിരിക്കാൻ ഒരു വഴിയുമില്ല അർജുന. ദുഃഖമുണ്ടോ? അറിവില്ലായ്മയുണ്ട്. അറിവില്ലായ്മയെ, ദുഃഖത്തെ പൂർണ്ണമായി സമ്പൂർണമായ ദുഃഖ നിവാരണത്തിന് അറിവ് മാത്രമാണ് പോംവഴി എന്ന് പറഞ്ഞുകൊണ്ട് അതാരംഭിക്കുകയാണ്. അപ്പോൾ 9 നീ നമ്മളോട് നമ്മൾ ആരാണ് എന്ന് നന്നായി നിരൂപണം ചെയ്യുന്നതായിരുന്നു ആദ്യത്തെ 6 അധ്യായങ്ങൾ. അതിൽ നമ്മളെക്കുറിച്ച്, നമ്മളെങ്ങനെയാണ് നശിക്കുന്നത്,
നമ്മൾ ഓരോരോ വിഷയങ്ങളെ ധ്യാനിക്കുന്നു, അതിൽ സംഘമുണ്ടാവുന്നു, അതിൽ പിന്നെ അതിനോട് തീവ്രമായ ആഗ്രഹം ജനിക്കുന്നു, അത് കിട്ടാതെ വരുമ്പോൾ ക്രോധം ഉണ്ടാകുന്നു, ആ ക്രോധം വരുമ്പം നമ്മുടെ ബുദ്ധി സ്മൃതിയൊക്കെ നശിച്ച് സർവനാശത്തിന് കാരണമായി തീരുന്നതൊക്കെ വിസ്തരിച്ച് 2-ാം അധ്യായം മുതൽ 2, 3, 4, 5, 6 അധ്യായങ്ങളിൽ. 6-ാം അധ്യായത്തിലേക്കൊക്കെ എത്തിയ സമയത്ത് എങ്ങനെയാണ് നമ്മളെ തന്നെ നമ്മൾ ലിഫ്റ്റ് ചെയ്യേണ്ടത്? ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേ ആത്മൈവ ഹി ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ ഇത്യാദി കാര്യങ്ങളെ കൊണ്ട് ത്വംപദത്തിനൊരു കൃത്യത വരുത്തി എവിടെയാണ് നമ്മൾ എവിടെയൊക്കെ പതിക്കുന്നു, ആ പതനത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മളെ ലിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് വരെ പറഞ്ഞു. ന ആത്മാനം അവസാദയേ, താൽക്കാലികമായ മാനസിക വിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മാനസിക വിക്ഷോഭങ്ങൾക്കൊപ്പം പോകാതെ നിന്നെ ഉയർത്തുന്ന സമയത്ത് നീ തന്നെയാണ് നിൻ്റെ നല്ല സുഹൃത്ത്. അതല്ല വികാര വിചാരങ്ങൾക്കൊപ്പം നീ യാത്ര ചെയ്യുന്നു, ഞാനൊന്നിനും കൊള്ളാത്തവനാണ്, അല്ലെങ്കിലും എന്നെ ആർക്കും വേണ്ട ഇത്യാദി വചനങ്ങളെ കൊണ്ട് കരഞ്ഞു പിഴിഞ്ഞ് ഭാര്യയെ ശപിച്ച്, ഭർത്താവിനെ ശപിച്ച്, കുട്ടികളെ ശപിച്ച്, അവരുടെ അച്ഛനെയും അമ്മയെയും നാട്ടുകാരെയും വീട്ടുകാരെയും സർക്കാരിനെയും എല്ലാവരെയും ശപിച്ചുകൊണ്ട് കഴിയുന്ന ഈ ജീവിതത്തിന് ഒരർത്ഥവുമില്ല. അതല്ല വേണ്ടത്. മറിച്ച് എല്ലാ ശേഷിയും എന്നിലാണ്. ഞാൻ അനുവദിക്കാതെ ഒരുത്തനും എന്നെ താഴ്ത്താനോ ഇകഴ്ത്താനും പുകഴ്ത്താനും സാധ്യമല്ല, ഞാൻ അനുവദിക്കാത്തിടത്തോളം കാലം. അങ്ങനെ ഒരു പ്രാഞ്ചിയേട്ടനായി എൻ്റെ ജീവിതം ഹോമിക്കാനുള്ളതല്ല എന്ന് തീരുമാനം എടുപ്പിക്കുകയാണ് നമ്മളെ കൊണ്ട് ഭഗവാൻ. ഉദ്ധരേത് ആത്മന ആത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹി ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ തുടങ്ങിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള നമ്മളെ ഉണർത്തുന്ന ശ്ലോകങ്ങളെ കൊണ്ട് സമ്പന്നമാക്കി 2-ാം അധ്യായം മുതൽ 6-ാം അധ്യായം വരെ. അപ്പോൾ അത് ത്വംപദ നിരൂപണമായിരുന്നു. പിന്നെയുള്ളത് തത്പദത്തിൻ്റെ നിരൂപണമാണ്. അതെന്താണ് എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ 7-ാം അധ്യായം ജ്ഞാനവിജ്ഞാന യോഗത്തിൽ കണ്ടത്. 7-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഭഗവാൻ അർജുനോട് പറഞ്ഞു, മയ്യാസക്ത മനാപാർത്ത യോഗം യുഞ്ജൻ മദാശ്രയ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തത് ശൃണു. തത് അതിനെക്കുറിച്ച് കേട്ടാലും. എന്താണ്? എന്നിൽ മനസ്സിനെ ഉറപ്പിച്ചിട്ടുള്ള, അല്ലയോ അർജുന, യോഗം അഭ്യസിക്കുന്ന നീ എന്നിൽ നിന്ന് അതിനെക്കുറിച്ച് കേട്ടാലും. തുടർന്ന് ഭഗവാൻ പറഞ്ഞു, ജ്ഞാനം തേഹം സവിജ്ഞാനം ഇതം വക്ഷ്യാമ്യശേഷതഃ യത് ജ്ഞാത്വാ നേഹ ഭൂയോന്യത് ജ്ഞാതവ്യം അവശിഷ്യതേ. യാതൊന്ന് കേട്ടാൽ നിനക്ക് മറ്റൊന്ന് കേൾക്കപ്പെടണം എന്ന തോന്നൽ ഇല്ലാത്ത വിധത്തിൽ ആ ജ്ഞാനത്തെ സമ്പൂർണമായി നിനക്ക് ജ്ഞാനം തേഹം സവിജ്ഞാനം അതിനെ അനുഭവത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തുന്ന വിധത്തിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ വളരെ പ്രസിദ്ധമായിട്ടുള്ള അതിൻ്റെ പ്രായോഗികതയുടെ ഒരു പ്രശ്നത്തെ പറഞ്ഞു. എന്താണ്? മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. ആയിരക്കണക്കിന് മനുഷ്യരിൽ കശ്ചിത് യതതി സിദ്ധയേ, ഒരുത്തനാണ് അതിന് ശ്രമിക്കുന്നത്. ആ ശ്രമിക്കുന്നതിലോ ഒരുവനാണ് എന്നെ താത്വികമായി അറിയുന്നത്. അപ്പം ഗീത കേൾക്കണം, ഗീത പഠിക്കണം എന്നൊക്കെ താല്പര്യമുണ്ട്. എന്നിട്ട് കുറച്ച് നേരം കേട്ടു, ഇല്ല എന്ന് പറഞ്ഞു, കഴിഞ്ഞു. അപ്പം ഈ ഇത്രയും 124 ദിവസം മുടങ്ങാതെ കേട്ടവർ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതുപോലെയാണ്. അത് തന്നെ നല്ലൊരു ഇതായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും സ്വയം ചോദിക്കണ്ട, എനിക്കിത് സാധിച്ചോ, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചോ. അവർ ചാലഞ്ചിങ് ആണ്. അത് പറഞ്ഞു. തുടർന്ന് നമ്മൾ ഈ വിഭൂതി യോഗത്തിലേക്കൊക്കെ നമ്മൾ അധ്യായത്തിന് ഇങ്ങനെ പേരുകളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും ഗീത നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് പോവുകയാണല്ലോ. ഈ വിഭൂതിയൊക്കെ ജ്ഞാനവിജ്ഞാന യോഗത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ തത്പദത്തെ നിരൂപണം ചെയ്യും. നമ്മൾ അങ്ങനെ ഇത് മനസ്സിലാക്കുമ്പോഴാണ് അതിന് കുറച്ചുകൂടെ ഇത് പഠിക്കുന്ന
നമ്മളെ സംബന്ധിച്ച് ഓരോരുത്തരെ സംബന്ധിച്ചും കുറേയും കൂടെ ആഴത്തിലതിനെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഒരു വേദാന്ത പഠനം, ഒരു വേദാന്ത ഗ്രന്ഥം എന്ന നിലയിൽ ഗീതയെ സമീപിക്കുമ്പം അങ്ങനെയാണ്. അപ്പോഴാണത് മറ്റ് ശാസ്ത്ര ഗ്രന്ഥങ്ങളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പോകുന്നത് മനസ്സിലാവും, അതിലെ പ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം തത്പദ നിരൂപണത്തിൽ ഭഗവാൻ അതിനെക്കുറിച്ച് കേട്ടാലും എന്ന് പറഞ്ഞു. അപ്പോൾ വിഭൂതി യോഗത്തിലാണോ വിഭൂതി തുടങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. വിഭൂതി ഇവിടെ 7-ാം അധ്യായത്തിൽ തുടങ്ങുന്നുണ്ട്. എവിടെ പറയുന്നത്? ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാരമിതീയമ്മേ ഭിന്നാ പ്രകൃതിരഷ്ടത. പഞ്ചമഹാഭൂതങ്ങൾ ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാരമിതീയമ്മേ ഭിന്നാ പ്രകൃതിരഷ്ടത. പഞ്ചമഹാഭൂതങ്ങൾ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. മനസ്സ്, ബുദ്ധി, ഞാൻ എന്ന ബോധം, അഹം എന്ന ബോധം. ഈ 8ഉം എൻ്റെ പ്രകൃതിയാണ്. അപ്പോൾ ഈ 8ഉം ഞാനാണ്, എൻ്റെ പ്രകൃതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇതല്ലാതെ പരാപ്രകൃതിയെന്നും അപരാപ്രകൃതിയെന്നും 2 പ്രകൃതികളുണ്ട്. അങ്ങനെ പരാപ്രകൃതിയെയും അപരാപ്രകൃതിയെയും പറഞ്ഞു നമ്മൾ ആ സമയത്ത് വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് 10,000 ആണ്ടൊരൽപ്പനേരം, അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി 1000 ആണ്ടുപോലെ തോന്നും. എങ്ങനെയാണ്? പര എന്ന ആ പാല്, ആ അദ്വൈത സത്യം അതനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? 10,000 ആണ്ട് അവനെ സംബന്ധിച്ച് ഒരല്പമാണ്, ക്ഷണികമാണ്. അല്ലാത്ത അപരപ്രകൃതിക്ക് അധീനമായാലോ അരനൊടിയാണ് അത് ഒരു ആണ്ടായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പം ജീവിതം ഒരു ദുരിതപൂർണമായിട്ട് എന്ത് വെറൊരു ബോറടിയുന്നേ, ഒരു എന്താണിത്? ആർക്കാണത് ബോറടിക്കുന്നത്? കാരണം അവനവനെ തന്നെ അനുഭവിക്കാൻ പറ്റാത്ത ഒരു നിസ്സഹായാവസ്ഥ. ഞാൻ എന്ന ഒരു എക്സിസ്റ്റൻസ്, ഞാൻ എന്ന ഉണ്മ, ഞാനുണ്ടല്ലോ ഇവിടെ. എന്തൊക്കെ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാം എന്നല്ലേ ഒരു പുസ്തകമെങ്കിലും വായിച്ചൂടെ? എന്തെങ്കിലും നല്ലത് കാണാൻ ശ്രമിക്കൂ. ഇന്നിപ്പോൾ എല്ലാ സൗകര്യങ്ങളും, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈബ്രറിയിലൊക്കെ പോയി അവിടെ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്ത് അങ്ങനെയൊക്കെ വേണം പുസ്തകം എടുക്കാൻ. നമ്മൾ ആഗ്രഹിച്ച പുസ്തകം അവിടെ കിട്ടിക്കൊള്ളണമെന്നില്ല, ആരെയും വായിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടാവും. പിന്നെ അവരുടെ വീട്ടിൽ തിരഞ്ഞു പോയിട്ട് പുസ്തകമൊക്കെ മേടിച്ചിട്ടുള്ള കഥയൊക്കെ ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ പറയാൻ, അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്ന പുസ്തകം ചിലപ്പോൾ കിട്ടാനില്ല, പലവട്ടം ചോദിക്കുന്നു. അവസാനം ലൈബ്രറിയനെ സോപ്പിട്ടിട്ട് വേണം ഇത് ആരാ കൊണ്ടുപോയതെന്ന് അറിയാൻ, അല്ലാതെ ഒന്നും പറഞ്ഞൊന്നും തരില്ല. അപ്പോൾ ഇന്നാളാണ് അയാൾ, എവിടെ അയാളുടെ വീട്? ഇന്ന് എടുത്താവോ, എന്നാൽ ശരി ഞാനൊന്ന് പോയി ചോദിക്കാം. ചോദിച്ചാൽ ഇങ്ങോർക്ക് ഇഷ്ടപ്പെടുമോ? മൂപ്പരാണെങ്കിൽ ഒരാളെ കാത്തിരിക്കുകയായിരുന്നു, കിട്ടിയെന്നാൽ കൊടുത്തു വിട്ടേക്ക്. അപ്പം ഇന്ന് അതൊന്നും അല്ലല്ലോ. ഇന്നെല്ലാ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, എന്നാലും ബോറടിയാണെന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ പ്രകൃതി പരയെ അനുഭവിക്കാത്തത് കൊണ്ടാണ് പരാപ്രകൃതിയെയും അപരാപ്രകൃതിയെയും കുറിച്ച് പറഞ്ഞു. തുടർന്ന് ഭഗവാൻ ഇവിടെ തന്നെ പറഞ്ഞു, മത്ത പരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ മൈ സർവമിതം പ്രോതം സൂത്രേ മണികണായിവ. ഞാൻ ഈ വിശ്വത്തിൻ്റെ ചരടാണ്, എന്നിൽ കോർക്കപ്പെട്ട മണികളെ പോലെയാണ് ഇതെല്ലാം തന്നെ നിലകൊള്ളുന്നത് എന്ന് മനോഹരമായിട്ട് പറഞ്ഞു. പിന്നെ വിഭൂതി യോഗം അവിടെ തന്നെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശിസൂര്യയോ പ്രണവ സർവവേദേഷു ശബ്ദഖേ പൗരുഷം നൃഷു പുണ്യോ ഗന്ധപൃഥിവ്യാം ച തേജശ്ചാസ്മി വിഭാവസൗ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്വിഷു. 7-ാം അധ്യായം കേട്ടു നോക്കൂ, വിസ്തരിച്ച് പറഞ്ഞിട്ടില്ലേ? വിഭൂതി തന്നെയാണ്. ഞാൻ ജലത്തിലെ രസം ഞാനാണ് അർജുന, സൂര്യചന്ദ്രന്മാരിലെ തേജസ് ഞാനാണ്, വേദങ്ങളിൽ ഞാൻ പ്രണവമാണ്, ഓംകാരമാണ്, ശബ്ദം ആകാശത്തിലെ ശബ്ദം ഞാനാണ്,
സകല മനുഷ്യരിലെയും പൗരുഷം ഞാനാകുന്നു. ഭൂമിയുടെ ഗന്ധം ഞാനാണ്. അഗ്നിയുടെ തേജസ് ഞാനാണ്. എല്ലാ ജീവജാലങ്ങളുടെയും തപസ് ഞാനാണ്. ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം. ബുദ്ധിർബുദ്ധിമതാമസ്മി തേജസ്വിനാമഹം. ബലം ബലവതാം ചാഹം കാമരാഗ വിവർജിതം. ധർമ്മോ വിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. എല്ലാം വിസ്തരിച്ചു. എല്ലാ ജീവജാലങ്ങളുടെയും ബീജം ഞാനാണ്. ബുദ്ധിമാന്മാരുടെ ബുദ്ധി, തേജസ്വികളുടെ തേജസ്, ബലവാന്മാരുടെ കാമരാഗ വിവർജിതമായിട്ടുള്ള ബലം ഞാനാകുന്നു. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം ഞാനാകുന്നു. ഇങ്ങനെ 7-ാം അധ്യായത്തിൽ തന്നെ തുടങ്ങി വിഭൂതി പറയാൻ. 8-ലെത്തിയപ്പം അർജുനൻ ചോദ്യം ചോദിച്ചു, എന്താണ് അധ്യാത്മം, എന്താണ് ബ്രഹ്മം? അതിനൊക്കെ അർജുനനൊരു 7 ചോദ്യങ്ങളാണ് ചോദിച്ചത്. കിം തത് ബ്രഹ്മം, കിം അധ്യാത്മം, കിം കർമ്മ പുരുഷോത്തമ, അതിഭൂതം ച കിം പ്രോക്തം, അതിദൈവം കിമുച്യതേ. എന്തിനാണ് ഇങ്ങനെ ഒരു റിവിഷൻ എന്ന് പറഞ്ഞാൽ, ഇനി നമ്മൾ അസിയിലേക്ക് വരാൻ പോവുകയാണ്. ഇവിടെ ആ തത്പദ നിരൂപണത്തിലേക്ക്, വിശ്വരൂപത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 12-ാം അധ്യായം. 11 വിശ്വരൂപം, 12. അപ്പോൾ ഇതിൻ്റെ ഒരു ഒഴുക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്, മറന്നു പോകരുത്. ഒരു റിവിഷൻ നിങ്ങളും ചെയ്യണം, നല്ലതാണ്. അപ്പം നിങ്ങൾ ഒരു എപ്പിസോഡ് കൊണ്ട് തന്നെ ഒന്ന് റീവൈൻഡ് ചെയ്ത് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്കെല്ലാം ഓർമ്മയിലേക്ക് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരു രീതിയാണ്. ഇങ്ങനെയാണ് നമ്മൾ ശാസ്ത്രാധ്യയനം ചെയ്യേണ്ടത്. മുമ്പ് എല്ലാം നമ്മൾ പഠിക്കുമ്പോഴൊക്കെ അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മുടെ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒക്കെ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ടീച്ചേഴ്സ് ആദ്യം തന്നെ പറയുമല്ലോ, കഴിഞ്ഞ വർഷം പുതിയ വർഷത്തിലേക്ക്, പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ഇയർ നമ്മൾ ഇന്ന കാര്യങ്ങൾ അവിടെ പഠിച്ചിട്ടില്ലേ, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അതെ. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണിത്. നമുക്കും അറിയാം അതിൻ്റെ ഒരു തുടർ പഠനം തന്നെയാണ്. അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ചിലതിലൊക്കെ മാറ്റങ്ങളുണ്ടാവും. ഇപ്പോൾ മെയിനായിട്ടുള്ള ഇംഗ്ലീഷിന് മാറ്റം ഉണ്ടാവും. അതുപോലെ മറ്റതൊക്കെ തന്നെ പുതിയ അതിനോട് ആഡ് ഓൺ ചെയ്തുകൊണ്ടുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. മറ്റേ വല്ല കഥകളും പാട്ട് കവിതകളും ഒക്കെ ഉള്ളതിൽ മാറ്റം ഉണ്ടാവുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഹിസ്റ്ററിയിൽ, സോഷ്യൽ സ്റ്റഡീസിലൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ കുറച്ചുകൂടെ ചരിത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പുതിയ ചരിത്രങ്ങൾ വരും. മറ്റേതിൽ ആ ചരിത്രമൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഇവിടെ ആ ഒരു രീതിയാണ്. അപ്പം മുൻ അധ്യായങ്ങളിൽ എന്താണ് പറഞ്ഞത്, അതിൻ്റെ ഒരു തുടർച്ചയായിട്ടല്ലേ ഇത് വരുന്നത് എന്നത് ഓർമ്മിപ്പിക്കുക. അപ്പം അർജുനൻ്റെ ആ ചോദ്യം, ബ്രഹ്മമെന്ത്, കർമ്മമെന്ത്, അധ്യാത്മമെന്ത് ഇത്യാദി കുറേ കാര്യങ്ങൾ അർജുനൻ ചോദിച്ചതിന് ഭഗവാൻ വിസ്തരിച്ച് തന്നെ, നന്നായിട്ട് തന്നെ അതിന് മറുപടി പറഞ്ഞു. എങ്ങനെയാണ് എന്നെ സാക്ഷാത്കരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യം. 9-ാം അധ്യായത്തിലെത്തിയപ്പോൾ രാജഗുഹ്യ യോഗത്തിൽ വീണ്ടും ഭഗവാൻ ഇത്തരം ആശയങ്ങളെ, ആ തത്പദ നിരൂപണം തന്നെ നന്നായിട്ട് നടത്തി. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ ചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. അതേപോലെ തന്നെ എങ്ങനെയാണ് ഞാൻ ഒരു വളരെ ഉപനിഷത്തിന് സമാനമായ ആശയത്തെ അവതരിപ്പിച്ചു. നജമസ്താനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതബൃന്നജ ഭൂതസ്ഥഃ മമാത്മാ ഭൂതഭാവന. മയാ തദമിദം സർവം ജഗത് അവ്യക്തമൂർത്തിന മസ്താനി സർവഭൂതാനി നചാഹം തേഷു അവസ്ഥിത. എന്താണ്? അവ്യക്തമൂർത്തിയായിട്ടുള്ള എന്നാൽ ഈ ലോകം മുഴുവൻ തന്നെ വ്യാപൃതമായിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും സർവഭൂതാനി മസ്താനി, എല്ലാം എന്നിലാണ്. അഹം ച തേഷു ന അവസ്ഥിത, ഞാനാകട്ടെ അവയിൽ സ്ഥിതി ചെയ്യുന്നില്ല എന്ന ഉപനിഷത്തിന് സമാനമായിട്ടുള്ള തദേജതി, അതിളകുന്നു, ന ഏജതി, അതിളകുന്നില്ല.
തദ്ദൂരെ അത് ദൂരെയാണ്, തദന്തികെ അതടുത്താണ്, തതു സർവസ്യാസ്യ ബാഹ്യത അതെല്ലാറ്റിൻ്റെയും പുറത്താണ്, തതു സർവസ്യാസ്യ അന്തഃ അതെല്ലാറ്റിൻ്റെയും ഉള്ളിലാണ്. ഇങ്ങനെ വൈചിത്ര്യത്തോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു ഉപനിഷത്ത് രീതി ഭഗവാനും ഇവിടെ കൈക്കൊണ്ടു. അത്ര സങ്കീർണമല്ലെങ്കിലും ആ സങ്കീർണത ഉപനിഷത്തൊക്കെ ആ രീതിയിൽ അവതരിപ്പിക്കും. പിന്നെ അതിന് ഉദാഹരണങ്ങളൊന്നും ഉപനിഷത്തിൽ കാണില്ല. നമ്മളാണ് അതിനെ എന്താ പറയുക, മനനം ചെയ്ത് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഇവിടെ ഭഗവാൻ എല്ലാം എന്നിലാണ്, ഞാൻ അവയിലല്ല എന്നുള്ളതിന് ഭഗവാൻ ഒരു ദൃഷ്ടാന്തം തന്നെ പറഞ്ഞു. യഥാകാശ സ്ഥിതോ നിത്യം വായു സർവത്ര ഗോ മഹാൻ തഥാ സർവാണി ഭൂതാനി മസ്താനി ഇതി ഉപധാരയ. എങ്ങനെയാണോ യഥാകാശസ്ഥിതം നിത്യം, ആകാശത്തിൽ വായു നിലകൊള്ളുന്നത്, അതുപോലെ ആകാശം ആണ് വായുവിന് എന്തു കൊടുത്തിരിക്കുന്നത്, ഇടം കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഞാനാണ് ഇതിനൊക്കെ ഇടം കൊടുത്തിരിക്കുന്നത് എന്ന് പറയാം. അങ്ങനെ 10-ാം അധ്യായത്തിൽ അങ്ങനെ ഗംഭീരങ്ങളായിട്ടുള്ള ശ്ലോകങ്ങളെ കൊണ്ട് എങ്ങനെയാണ് അനന്യാശ്ചിന്തയന്തോ മാം യേ ജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം ഇത്യാദി ശ്ലോകങ്ങളെയൊക്കെ പറഞ്ഞു. തുടർന്ന് വിഭൂതി യോഗം വന്ന സമയത്ത് എൻ്റെ വിഭൂതിയെ അർജുനൻ അതിൻ്റെ അവസാനത്തിൽ ചോദ്യം ചോദിക്കുന്നു, ഇങ്ങനെയാണ് അങ്ങയെ ധ്യാനത്തിന് വിഷയമാക്കേണ്ടത് എന്നൊക്കെയുള്ള വിഭൂതിയെ പറയുന്നു. ആ വിഭൂതിയിൽ ഭഗവാൻ ഓരോന്നും എണ്ണി പറഞ്ഞു. ആയുധാനാമഹം വജ്രം ധേനൂനാമസ്മി കാമധുഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്തിന് ദ്യൂതം ചലയതാമസ്മി തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വതാമഹം. വഞ്ചകന്മാരുടെ ചൂത് ഞാനാകുന്നു മുതലായിട്ടുള്ളതൊക്കെ ഭഗവാൻ പറഞ്ഞു. അവസാനം പറഞ്ഞു, എൻ്റെ വിഭൂതി എന്ന് പറയുന്നത് എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് അർജുന. ഇതൊക്കെ വളരെ കുറച്ച്, പക്ഷേ ഇതൊക്കെ ഇപ്പം നിനക്ക് കേട്ടിട്ട് ഇപ്പം വലിയ പ്രയോജനമൊന്നുമില്ല എന്നും അവസാനം പറഞ്ഞു. ഇതാണ് അതുകൊണ്ട് ഇതൊക്കെ എല്ലാം കൂടെ മനസ്സിലാക്കി വെച്ചതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ഭഗവാന്റെ അഭിപ്രായം. ഏതെങ്കിലും ഒന്ന് അറിഞ്ഞാൽ മതി, അപ്പോൾ പിന്നെ എല്ലാത്തിൻ്റെയും ഗുണം കിട്ടും. അങ്ങനെ വന്ന് 10-ാം അധ്യായം ഉപസംഹരിച്ചു. 11-ാം അധ്യായത്തിൽ അർജുനൻ ഭഗവാനോട് ചോദ്യം ചോദിക്കുക. കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അർജുനൻ്റെ ഈ ചോദ്യങ്ങൾക്കും ഒരു നന്നായി മനനം ചെയ്ത ഒരാളെ സംബന്ധിച്ച് അവനവൻ്റെ ചോദ്യങ്ങൾ തന്നെയാണ്. അർജുനൻ ചോദിക്കുന്നു, ഇവിടെ ഇന്ന് വിശ്വരൂപ ദർശന യോഗം എന്ന് പറയുന്ന ഏകാദശം 11-ാമത്തെ അധ്യായം ആരംഭിക്കുന്നു. എല്ലാവർക്കും വിശ്വരൂപ ദർശന യോഗത്തിലേക്ക് സ്വാഗതം. ഇത് അതിഗംഭീരമായിട്ടുള്ള അധ്യായമാണ്. വിശ്വരൂപത്തിന് ഒരുപാട് പ്രത്യേകതകളുമുണ്ട്. എല്ലാം നമുക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാക്കാം. അർജുനനാണ് ഇവിടെ ചോദ്യം ആരംഭിക്കുന്നത് ഈ അധ്യായത്തിൽ. അർജുന ഉവാച മദനുഗ്രഹായ പരമം ഗുഹ്യമധ്യാത്മസംജ്ഞിതം യത്വയോക്തം വചസ്തേന മോഹോയം വിഗതോ മമ. അർജുനൻ ഭഗവാനോട് പറയുകയാണ്, മദനുഗ്രഹായ. മൂപ്പർക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം പണ്ട് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങയുടെ ഈ വാക്കൊക്കെ കേട്ടിട്ട് എനിക്ക് വ്യാമിശ്രേണൈവ വാക്യേന ബുദ്ധിം മോഹയസീവമേ തദേകം വധ നിശ്ചിത്യ ഏന ശ്രേയോഹമാപ്നുയാം എന്നൊക്കെ പറഞ്ഞ ആളാ. എന്താണ് അങ്ങയുടെ ഈ കൊയകൊയാന്നുള്ള വർത്തമാനം, വ്യാമിശ്രേണൈവ വാക്യേന ഇവ വാക്യേന, അതുപോലെയുള്ള വാക്യം. ബുദ്ധിം മോഹയസി മേ ബുദ്ധിം മോഹയസീവ, എൻ്റെ ബുദ്ധി മോഹിക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് ഈ പലതും പറയാതെ തദേകം വധ, ഏതെങ്കിലും ഒന്ന് നിശ്ചിത്യ നിശ്ചയിച്ചുറപ്പിച്ച് എനിക്ക് പറഞ്ഞു തരും.
എന്നൊക്കെ മുമ്പ് പറഞ്ഞ ആൾ ഇപ്പം എന്താ പറയണതെന്നറിയോ? മതനുഗ്രഹായ, എന്നെ അനുഗ്രഹിക്കുന്നതിനായിട്ട്, എന്നോട് കാരുണ്യമുള്ളവനായിട്ട്, നമ്മളോട് അത്രമേൽ കാരുണ്യമാണ്. എന്തിന്? ഗീതാശാസ്ത്രത്തിനും ഭഗവാനും മുഴുവൻ ഗുരു പരമ്പരയ്ക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട്, അതാണ് ഇവിടെ നമ്മൾ അങ്ങനെയാണ്. അർജുനൻ എന്നെ അനുഗ്രഹിക്കുന്നതിനായിട്ട് എന്ന് പറയുമ്പം നമ്മളെ ഓരോരുത്തരെയും, പറയുന്ന വക്താവിനെയും കേൾക്കുന്ന ശ്രോതാവിനെയും ഒക്കെ അനുഗ്രഹിക്കുന്നതിനായിട്ട്. മതനുഗ്രഹായ പരമം ഗുഹ്യം അധ്യാത്മസംജ്ഞിതം. പരമം, ഏറ്റവും ഉത്കൃഷ്ടമാർന്നത്, അതിൻ്റെ മുകളിലേക്കൊന്നുമില്ല. പരമം ഗുഹ്യം, ഏറ്റവും ഉത്കൃഷ്ടമാർന്ന ഈ യോഗം, പരമം ഗുഹ്യം അധ്യാത്മസംജ്ഞിതം, അധ്യാത്മം എന്നറിയപ്പെടുന്ന, അധ്യാത്മം എന്ന പേരോടുകൂടിയിട്ടുള്ള ഈ അധ്യാത്മസംജ്ഞിതം യദ് വചഃ, യാതൊരു വാക്ക്, ഉക്തം, അങ്ങ് പറയപ്പെട്ടുവോ, തേന, ആ വാക്കുകൊണ്ട്, മമ മോഹഃ വിഗതഃ, എൻ്റെ അജ്ഞാനം ഇല്ലാതെയായി. ഭഗവാനെ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട്, അങ്ങ് എന്നെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി എന്താണോ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്, അധ്യാത്മം എന്ന പേരിൽ, ആത്മീയം എന്ന പേരിൽ അറിയപ്പെടുന്നതായിട്ടുള്ള അങ്ങയുടെ എല്ലാ വാക്കുകളും എന്നെ ധന്യമാക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാവിധ മോഹങ്ങളും അസ്തമിച്ചിരിക്കുന്നു. ഏതായാലും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നാളെ കാണാം. ഇവിടെ പവർ സപ്ലൈയും പോയിരിക്കുക. ഏതായാലും നാളെ നമുക്ക് കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.